ചാലക്കുടിയിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിനെ ചൊല്ലി പ്രതിഷേധം ശക്തമാകുന്നു. ദുർഗന്ധത്തിനും ഈച്ചശല്യത്തിനും പിന്നാലെ വവ്വാലുകളുടെ വ്യാപനവും ജീവിതം ദുരിതത്തിലാക്കിയെന്ന് 5-ാം വാർഡിലെ നാട്ടുകാർ. അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ. ചാലക്കുടി നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപം താമസിക്കുന്ന 5-ാം വാർഡിലെ കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. പ്ലാന്റിൽ നിന്നുള്ള രൂക്ഷമായ ദുർഗന്ധവും ഈച്ചശല്യവും മൂലം വീടുകളിൽ സ്വസ്ഥമായി കഴിയാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാത്ത സാഹചര്യമാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഇതിനിടെയാണ് പ്ലാന്റിലെ വലിയ മരങ്ങളിൽ നൂറുകണക്കിന് വവ്വാലുകൾ താവളമാക്കിയതും ആശങ്ക വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ 1 വർഷമായി വവ്വാലുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും രാവിലെയും വൈകിട്ടും ഇവയുടെ ശബ്ദവും പറക്കലും സഹിക്കാനാകാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇത്ര വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മണം ഞങ്ങൾ പിന്നെയും അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഒരു രൂക്ഷമായിട്ട് എന്താ ഇപ്പോൾ ഏറ്റവും വലിയ ശല്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ വവ്വാലുകളുടെ ഇതാണ്. ചുറ്റും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരുപാട് വലിയ വൃക്ഷങ്ങളാണ്, നിറച്ച് പാമ്പുകളുണ്ട്. ഇവിടെ കുട്ടികളാണ് കൂടുതലും ഈ ഒരു ഏരിയയിൽ നിറച്ചുള്ളത്. ഇത് വവ്വാലായിട്ട് ഇപ്പോൾ 2-3 പ്രാവശ്യം എൻ്റെ മോൻ തന്നെ ആശുപത്രിയിൽ പനിയായിട്ട് കൊണ്ടുപോയി വന്നു. ഈ H1N1 പോലെ 2 പ്രാവശ്യമായിട്ട് എൻ്റെ കുഞ്ഞെ മോന് വന്നു. ഇവിടുത്തെയുള്ള കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം പരിശോധിക്കാൻ കൊണ്ടുപോയി ഇതുവരെയായിട്ടും റിസൾട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല. യാതൊരുവിധ, അതായത് കൗൺസിലൊക്കെ ഞങ്ങളുടെ കൗൺസിലർ ഇത്രയും ശക്തമായിട്ട് പറഞ്ഞിട്ടും യാതൊരുവിധ തീരുമാനങ്ങളും നിങ്ങൾ എടുക്കാത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. എന്താ വെച്ചാൽ ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുന്നത് ഞങ്ങളോടും ചെയ്യേണ്ടതാണല്ലോ. ഇത് ഒരുപാട് പ്രാവശ്യമായി ഞങ്ങൾ ഈ കംപ്ലൈൻറ്റുകൾ ഇങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കണം. അപ്പം അതിനെന്തെങ്കിലും ഒരു തക്കതായ തീരുമാനം എടുത്തു തരണം. പകൽ സമയങ്ങളിൽ പോലും വവ്വാലുകൾ വീടുകൾക്കുള്ളിലേക്ക് പറന്നു കയറുന്നതായും പരാതിയുണ്ട്. വവ്വാലുകളുടെ വിസർജ്യം വെള്ള ടാങ്കുകളിൽ വീഴാതിരിക്കാൻ ടാങ്കുകൾ മൂടി വെച്ചിരിക്കുകയാണ്. നിപ്പ പോലുള്ള രോഗങ്ങളെ ഭയന്ന് വീട്ടുവളപ്പിലെ വാഴകളും ഫലവൃക്ഷങ്ങളും വെട്ടിമാറ്റേണ്ടി വന്നതായും പ്രദേശവാസികൾ പറയുന്നു. സമീപകാലത്ത് കുട്ടികളിൽ പനിയും വയറുമായി ബന്ധപ്പെട്ട അണുബാധകളും വർദ്ധിച്ചതായും പലരും ചികിത്സയിലാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. വവ്വാൽ ശല്യം ഒഴിവാക്കാൻ പ്ലാന്റിലെ വലിയ മരങ്ങൾ വെട്ടിമാറ്റണമെന്നും മാലിന്യ സംസ്കരണത്തിന് ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ദുർഗന്ധവും ഈച്ചശല്യവും നിയന്ത്രിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ നഗരസഭ ഫലപ്രദമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി. 25 വർഷത്തോളം പഴക്കമുള്ള പ്ലാന്റിൽ ഇപ്പോഴും പഴയ രീതിയിലുള്ള സംവിധാനങ്ങളിലൂടെയാണ് മാർക്കറ്റിൽ നിന്നുള്ള പച്ചക്കറി പഴവർഗ്ഗ അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മഴ ശക്തമായതോടെ ഈച്ചശല്യവും രൂക്ഷമായി. പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്ലാന്റിലേക്ക് മാലിന്യമെത്തിക്കുന്ന വാഹനങ്ങൾ തടയുന്നത് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. മീഡിയ ടൈം, ചാലക്കുടി.